ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ആൾക്കും ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്കും പ്രകൃതി തുല്യമായി നൽകിയിട്ടുള്ള ഒരേ ഒരു നിക്ഷേപം എന്നത് സമയമാണെന്ന് കാണാം. സമയം വായനയ്ക്ക്, പഠനത്തിന്, മറ്റു പ്രവൃത്തികൾക്കൊക്കെ ആയിട്ട് നമ്മൾ നിക്ഷേപിച്ചാൽ അത് ഭാവിയിൽ വലിയ വിജയങ്ങളായി, വലിയ സമ്പത്തായി തിരികെ ലഭിക്കും. കിൽ പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ എന്നും മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യരുടെ മുഴുവൻ ഏറ്റവും വലിയ പരാജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രോക്രാസ്റ്റിനേഷൻ കാണപ്പെടുന്നുണ്ട്. കാലം ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. അതങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കും. കാലം ഇങ്ങനെ നിൽക്കാതെ പായുന്ന ഒരു കുതിരയെ പോലെ എന്ന് പറയും. അപ്പൊ പ്രകൃതിയിലെ ഓരോ മാറ്റവും അത് സമയവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഇതിൽ ആരാകണം എന്നത്, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ആളാവണോ, കാലത്തിനൊപ്പം സമയത്തിനൊപ്പം നടക്കുന്ന ആളാവണോ, അതോ സമയത്തിന് പിന്നാലെ ആകണമോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് കേട്ടോ. നമസ്കാരം. വിജയ നിയമങ്ങളിൽ മൂന്നാമത്തെ നിയമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ നിയമത്തിൻ്റെ പേര് സമയം മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് എന്നാണ്. നമ്മളത് കേട്ടിട്ടുണ്ട്. നമ്മളോട് നിരന്തരമായി സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ധാരാളം ആളുകൾ, നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അല്ലേ. സമയം ഒട്ടും കളയാനില്ല, ഉടനടി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കണം എന്നാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ മല പോലെ കാര്യങ്ങളിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ചെയ്യാനുള്ള ജോലികൾ എത്രയാ നമുക്കിങ്ങനെ കൂടുതലായിട്ട് കിടക്കുന്നത്. അനുനിമിഷം ഓരോ ദിവസം നമുക്ക് മുന്നിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ആൾക്കും ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്കും പ്രകൃതി തുല്യമായി നൽകിയിട്ടുള്ള ഒരേ ഒരു നിക്ഷേപം എന്നത് സമയമാണെന്ന് കാണാം. ഒരു ദിവസം എല്ലാവർക്കും ലഭിക്കുന്നത് കൃത്യം 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റുകളാണ്. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈക്വലാണ്. പണ്ഡിതനും പാമരനും സമ്പന്നനും പാവപ്പെട്ടവനും മുഴുവൻ ആളുകൾക്കും ഇതേ കാര്യം തന്നെയാണ്. ഈ 1440 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഒരു ദിവസം. അപ്പോൾ പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് കഠിനാധ്വാനത്തിലൂടെ അത് തിരിച്ചു പിടിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, ക്ഷയിച്ചാൽ ഒരുപക്ഷെ ചികിത്സയിലൂടെ ഒരു പരിധി വരെ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയും. എന്നാൽ കടന്നുപോയ ഒരു സെക്കൻഡ് സമയം പോലും ഭൂമിയിലെ സകല സമ്പത്തും പകരം നൽകിയാലും തിരികെ വാങ്ങാൻ കഴിയില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സമയം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് എന്ന് കണക്കാക്കുന്നത്. സമയം എന്നാൽ ജീവിതം തന്നെയാണ് എന്ന് പലരും പറയാറുണ്ട്. ഞാൻ സമയം കൊല്ലുകയാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നാം സമയത്തെ അല്ല കേട്ടോ ഇല്ലാതാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ച് പകരം നൽകുന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവോ, നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമയത്തെ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഗുണനിലവാരം നിശ്ചയിക്കപ്പെടുന്നത് എന്നത് വലിയൊരു പരമമായ സത്യമാണ്. അനാവശ്യമായ ചിന്തകൾ, പരാതികൾക്കൊക്കെ, വിനോദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ ധാരാളം ആളുകളുണ്ട് അങ്ങനെ. അവരെന്തെങ്കിലും ഒരു വ്യർത്ഥമായിട്ട് ഒരു ആവശ്യവുമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത വിനോദങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് സമയം ഇങ്ങനെ മാറ്റിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ജീവിതത്തോട് അവർ ചെയ്യുന്ന അനീതിയാണ് കാണിക്കുന്നത്. സമയനിഷ്ഠയും വിജയവും പരിശോധിച്ചാൽ ലോകത്തെ വിജയികളായ മനുഷ്യരെ നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ അവരിൽ കാണുന്ന പൊതുവായിട്ടൊരു ഗുണമുണ്ട് കേട്ടോ. ആ ഗുണം എന്താണെന്ന് അറിയാമോ? സമയനിഷ്ഠയാണ്. ടൈം മാനേജ്മെന്റ്. കൃത്യമായി സമയം പാലിക്കുന്നവർ, അവർ സമയത്തെ വെറുതെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓരോ നിമിഷത്തെയും കൃത്യമായി നിക്ഷേപിക്കാറാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അവർ സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർ പണമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്തെ അവർ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പണമായിട്ട് മാറ്റുകയാണ്. പണം നിക്ഷേപിക്കുന്നത് പോലെ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ അത് വളരുന്നത് പോലെ തന്നെ സമയം വായനയ്ക്ക്, പഠനത്തിന്, മറ്റു പ്രവൃത്തികൾക്കൊക്കെ ആയിട്ട് നമ്മൾ നിക്ഷേപിച്ചാൽ അത് ഭാവിയിൽ വലിയ വിജയങ്ങളായി, വലിയ സമ്പത്തായി തിരികെ ലഭിക്കും. അത് സമയമാണ്. വലിയ ആളുകൾക്കൊക്കെ അത് അറിയാം. അവരൊക്കെ നിക്ഷേപിക്കുന്നത് സമയമാണ് അവരുടെ പഠനത്തിനും മറ്റാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അതൊക്കെ പിന്നീട് നോളജ് നേടി അതൊക്കെ സമ്പത്തായി വലിയ വിജയങ്ങളായിട്ട് പിന്നീട് അവർ തിരിച്ചു വരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം മുൻഗണനകൾ നിശ്ചയിക്കണം നമ്മൾ ഈ കാര്യത്തിൽ. സമയം കുറവായതുകൊണ്ടല്ല പലരും പരാജയപ്പെട്ടു പോകുന്നത്. ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ഒന്നിനും ഏതിനും സമയം തികയുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പരാതിപ്പെടാറുണ്ട്. പക്ഷെ സമയം കുറവായതുകൊണ്ടല്ല.
ഈ പരാജയങ്ങൾ പലർക്കും ഉണ്ടാവുന്നത്. മറിച്ച് നമ്മുടെ മുൻഗണനകൾ, പ്രയോറിറ്റീസ് നിശ്ചയിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് ഏത് കാര്യമാണ്, രണ്ടാമത് ചെയ്യേണ്ടത് ഏത് കാര്യമാണ്, ഈ പ്രയോറിറ്റി അറിയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നതുകൊണ്ടാണ് പലപ്പോഴും അത് നടക്കാത്തത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി. നമുക്ക് വേണ്ട അപ്രധാനമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളോട് ഇല്ല എന്ന് മറുപടി പറയാൻ നമ്മൾ പഠിക്കുന്നത് സമയത്തെ ലാഭിക്കാനുള്ള വലിയൊരു വിദ്യയാണ്. വേണ്ടത് മാത്രം ആദ്യം പ്രയോറിറ്റി കൊടുക്കുകയും വേണ്ടാത്തത് മാറ്റിവെക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കുകയും ചെയ്യുകയാണ് ഇത്തരം ആളുകൾ ചെയ്യാറ്. അപ്പോൾ സമയത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. അതിന് പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആസൂത്രണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ തലേ ദിവസം രാത്രിയോ നാളെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി വെക്കുക ഒരു നല്ല ഒരു സ്റ്റെപ്പാണ്. കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ പകുതി ജോലി കഴിഞ്ഞു എന്ന് പറയാം. അങ്ങനെയാണ് പൊതുവെ പറയാറ്. നീട്ടിവെക്കൽ ഒഴിവാക്കുക എന്നാണ്. കിൽ പ്രോക്കാസ്റ്റിനേഷൻ. പ്രോക്കാസ്റ്റിനേഷൻ എന്നും മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യരുടെ മുഴുവൻ ഏറ്റവും വലിയ പരാജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രോക്കാസ്റ്റിനേഷൻ കാണപ്പെടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലൊക്കെ, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രോക്കാസ്റ്റിനേഷൻ എന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. നാളെ ആവാം പിന്നെയാവാം എന്ന ചിന്തയാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയും. ഓർക്കണം, സമയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു നമ്മളല്ല, നമ്മൾ നാളെയാകാമെന്ന് തീരുമാനിക്കുന്ന ആ നീട്ടിവെക്കൽ പ്രക്രിയ, പ്രോക്കാസ്റ്റിനേഷൻ, അതാണ് ശത്രു. അപ്പോൾ ചെയ്യാനുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഈ നിമിഷം ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. നാളത്തെ ദിവസത്തിൻ്റെ ഭാരം ഇന്നത്തെ പ്രവർത്തികൾ കൊണ്ടേ നാളത്തെ ദിവസത്തിൻ്റെ ഭാരത്തിലേക്ക് കൊണ്ടുപോയി വെക്കരുത് എന്നാണ്. നാളെ അത് നമ്മുടെ വലിയ ഭാരമായി മാറും. നാളെ എന്നത് ആർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണെന്ന് പറയും. നാളെ ആരും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല, ആർക്കും നൽകിയിട്ടുമില്ല. നാളെ ഇന്ന് ഈ നിമിഷമാണ് നൽകിയിട്ടുള്ളത്. അപ്പം നമ്മൾ സമയത്തെ ഒരു നല്ല രീതിയിൽ കണ്ടു. സമയത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ സമയത്തെ ദുരുപയോഗം ചെയ്യുന്ന, സമയത്തെ മലിനീകരിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. സോഷ്യൽ മീഡിയയിലോ അനാവശ്യമായ ഗോസിപ്പുകളിലോ ഒക്കെ നാം എത്ര സമയം പാഴാക്കുന്നു എന്ന് സ്വയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ എങ്ങനെയാണ് സമയത്തെ മലിനീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഈ മലിനീകരിക്കുന്ന മാലിന്യ സമയം എന്ന് പറയാം, ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. ഇത് നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഈ സമയം മാറ്റിവെക്കൽ നമുക്ക് വേണ്ടി തന്നെ ക്രിയേറ്റീവായിട്ടുള്ള, പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളായി എങ്ങനെ മാറ്റിവെക്കാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാലം ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. അതങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കും. കാലം ഇങ്ങനെ നിൽക്കാതെ പായുന്ന ഒരു കുതിരയെ പോലെ എന്ന് പറയും. അപ്പോൾ പ്രകൃതിയിലെ ഓരോ മാറ്റവും അത് സമയവുമായി ബന്ധപ്പെട്ടാണ് പ്രകൃതിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും. അപ്പോൾ വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കാതെ കർഷകന് കൊയ്യേണ്ട സമയത്ത് വിളവ് ലഭിക്കുമോ? വിളയുടെ നിയമം, കൊയ്ത്തിന്റെ നിയമം പറയുന്നു, ആക്ഷൻ, വിത്ത് വിതയ്ക്കണം, ആക്ഷൻ. ആ സമയത്ത് വിത്ത് വിതയ്ക്കേണ്ട സമയത്ത് വിത്ത് വിതച്ചാൽ മാത്രമേ ആ ചെടി വളർന്ന് പ്രകൃതി അതിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അതിനെ മുളപ്പിച്ച് അതിന് വെള്ളവും വളവും വലിച്ചെടുത്ത് അതിനെ പാകമാക്കി കർഷകർക്ക് മുന്നിലേക്ക് അത് കൊടുക്കുമ്പോൾ അവിടെ കൊയ്ത്ത് സംഭവിക്കുന്നു. വിളവെടുപ്പ്, കൊയ്ത്തിന്റെ നിയമം, അത് നടക്കാതെ സമയത്ത് വിളവ് ലഭിക്കില്ല. സമയത്ത് കൊടുത്താലേ സമയത്ത് വിളവ് ലഭിക്കുകയുള്ളൂ. ഇതേപോലെ കരിയറിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ഓർക്കണം, എത്രയോ കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ മഹാഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മുൻതലമുറക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിവ. പക്ഷെ എന്നിട്ടും എന്തേ നമുക്കിത് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ എന്തേ ഇത് മറന്നു പോകുന്നത്? കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ നമുക്ക് എന്തേ കഴിയാത്തത്? നമുക്കതിനെക്കുറിച്ചുള്ള ബോധ്യമില്ല എന്ന് തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടില്ല. നമ്മളിപ്പോഴും ആലസ്യത്തിൽ മുഴുകിക്കഴിയുന്നു എന്നത് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ യൗവനത്തിലെ ഊർജവും, നമ്മൾ ചെറുപ്പമായിരിക്കുന്ന സമയത്തുള്ള ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജവും ആരോഗ്യവും ഉള്ളപ്പോൾ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ, ചെറുപ്പക്കാരോട് പറയാനുള്ള കാര്യം ഇതാണ്, യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള കാര്യം ഇതാണ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ആളുകളാണ് അവർ. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ നോക്കിയാൽ ഏതാണ്ട് 60% വരുന്ന യങ്സ്റ്റേഴ്സ് അവർ സമയം പാഴാക്കിയാൽ, പ്രത്യേകിച്ച് അവർ സമയം പാഴാക്കിയാൽ വാർദ്ധക്യത്തിൽ അവർ പശ്ചാത്താപം മാത്രമേ അവർക്ക് ബാക്കി ഉണ്ടാവൂ. നമ്മളെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. എൻ്റെ പ്രായത്തിലുള്ള ആളുകളോ എന്നെക്കാളും മുതിർന്ന ആളുകളോ അതിലേക്ക് നടന്നു വരുന്ന ആളുകളൊക്കെ ഈ സമയം പാഴാക്കി കളഞ്ഞവരൊക്കെ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോയേ പറ്റൂ. അപ്പോൾ വിജയിക്കുന്നവൻ
സമയത്തിന് താൻ മുമ്പേ നടക്കുന്നു എന്നാണ്. കാലത്തിന് മുമ്പേ നടക്കുന്നു എന്ന് പറയുന്നത്, കാലം എന്ന് ഇവിടുന്ന് അളക്കുന്നത് സമയമായിട്ടാണ് അളക്കുന്നത്. അപ്പോൾ സാധാരണക്കാരൻ സമയത്തിനൊപ്പം നടക്കുന്നു എന്നാണ്. വിജയിക്കുന്നവൻ കാലത്തിന് മുമ്പേ നടക്കുന്നു, സമയത്തിന് മുമ്പേ നടക്കുന്നു. അല്ലാത്ത സാധാരണക്കാരൻ സമയത്തിനൊപ്പം നടക്കുന്നു എന്നാണ്. എന്നാൽ പരാജയപ്പെടുന്ന ആളുകളോ, അവർ സമയത്തിന് പിന്നാലെ ഓടുകയാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അവർ സമയത്തിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കിതച്ച് എത്താനായി, ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി കിതച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര അളവിൽ അവർ ഉപയോഗിക്കപ്പെട്ടില്ല സമയം. അതുകൊണ്ട് തന്നെ അവർക്ക് എത്താനും കഴിയുന്നില്ല സമയത്തിന് മുന്നിൽ. അവർക്ക് ദൂരെ ഇങ്ങനെ നേരെ സമയം പാഞ്ഞു പോകുന്ന അവർക്ക് കാണാം. എത്ര ഓടിയിട്ടും അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ്. നിങ്ങൾ ഇതിൽ ആരാകണം എന്നത്, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ആളാവണോ, കാലത്തിനൊപ്പം സമയത്തിനൊപ്പം നടക്കുന്ന ആളാവണോ, അതോ അതിന് പിന്നാലെ സമയത്തിന് പിന്നാലെ ആകണമോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് കേട്ടോ. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും വലിയ നിധി നിങ്ങളുടെ സമയമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അത് മറ്റുള്ളവർക്ക് കവർന്നെടുക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ്. അനാവശ്യമായ ഡിസ്കഷൻ, അനാവശ്യമായ ഫോൺ കോളുകൾ, അനാവശ്യമായ മറ്റു കാര്യങ്ങൾ, അനാവശ്യമായ യാത്രകൾ, അനാവശ്യമായ ഗോസിപ്പുകൾ, അങ്ങനെയെല്ലാം വേണ്ടാത്ത സമയം കൊല്ലുന്ന എല്ലാ ഏർപ്പാടുകളും അതിന് കവർന്നു കൊടുക്കാൻ സോഷ്യൽ മീഡിയ ഇടങ്ങളിലുള്ള അനാവശ്യമായ വീഡിയോ കാണൽ മുതൽ മുഴുവൻ കാര്യങ്ങളും, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിന്നുകൊടുത്തുകൊണ്ട് അതിന് കവർന്നെടുക്കാൻ നമ്മുടെ സമയത്തെ ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുക എന്നതാണ്. ഓരോ നിമിഷവും വളരെ ബോധപൂർവം, അതാണ് ഏറ്റവും പ്രധാനം, അവയർനെസ്സോടുകൂടി ഓരോ നിമിഷവും വളരെ ബോധപൂർവം ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർക്കുക, നാം സമയത്തെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സമയം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കടന്നു പോകുന്ന ഓരോ നിമിഷവും ഒരു പുഞ്ചിരിയോടെയോ അതല്ലെങ്കിൽ ഒരു നേട്ടത്തോടെയോ അടയാളപ്പെടുത്താൻ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും ഒരു പുഞ്ചിരിയോടെ നമുക്ക് അതിനെ നോക്കിക്കാണാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കൊരു നേട്ടത്തോടെ നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.